തൂണൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വളരെ ഒരു സാക്ഷരകേരളത്തിൽ നടക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ അനുവദിക്കപ്പെടാതെ പോകുന്ന ഒരു വർഗീയ കലാപമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ നാദാപുരം പ്രദേശത്ത് ഞാൻ സന്ദർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ ചാനലുകളുടെയും മാധ്യമങ്ങളുടെ ശ്രദ്ധ ആ പ്രശ്നത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇന്നലെ ഞങ്ങൾ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ വളരെ അടിയന്തരമായി ഒരു പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കലാപത്തിൽ തഹസിൽദാർ തന്ന കണക്കനുസരിച്ച് 73 വീടുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 33 വീടുകൾ പൂർണ്ണമായി നശിച്ചതാണ്. ഒരു വീടിന് ഉള്ള നഷ്ടം മാത്രം 1.25 കോടി രൂപ ഉണ്ട്. അത് വലിയ വലിയ വീടുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സ്വർണം കൊള്ളയടിച്ചത് ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഒരൊറ്റ വീടിൽ നിന്ന് തന്നെ 90 പവൻ സ്വർണം പോയിട്ടുണ്ട്. പിന്നെ 25, 30, 40 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മുടെ ഒരു ആവറേജ് കണക്കനുസരിച്ച് ഒരു 750 പവനിലും 1000 പവനിലും ഇടയ്ക്ക് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കല്യാണ ആവശ്യത്തിനും വീട് പണിക്കുമൊക്കെ പണം സൂക്ഷിച്ച ലക്ഷക്കണക്കിന് ഉറുപ്പിക വേറെയും കൊള്ളടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാനുണ്ടായ കാരണം 2 സംഭവങ്ങളും ഷിബിൻ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള കടുത്ത അനാസ്ഥ ഉണ്ട്. അവിടെ ഏതാണ്ട് 3 മണിക്കൂർ സമയം ഈ ഒരു ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഷിബിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. നാദാപുരം ഒരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്തരം സന്ദർഭങ്ങൾ നേരിടുന്നതിനുള്ള പോലീസ് സംവിധാനം അവിടെ ഉണ്ട്. വേണമെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നാദാപുരം സ്റ്റേഷന്റെ ഏത് ഭാഗത്തും എത്താൻ സാധിക്കുമെന്നൊക്കെയാണ് അവിടെ അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ 3 മണിക്കൂർ സമയം അവിടെ ഇതേപോലെ പ്രശ്നങ്ങൾ നടന്നിട്ടും പോലീസ് ഇടപെട്ടില്ല. ആ സമയത്ത് തന്നെ ഇടപെട്ടിരുന്നെങ്കിൽ ശരിക്കും ഈ കൊലപാതകം തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ സംഭവം ഏതായാലും ദൗർഭാഗ്യകരമായ സംഭവം കഴിഞ്ഞു. പക്ഷെ നാദാപുരത്തിന്റെ ഹിസ്റ്ററി ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കലാപമായിട്ട്, പ്രത്യേകിച്ച് ശവം കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അതൊരു കലാപമായിട്ട് രൂപപ്പെടലാണ്. ഒരു പക്ഷേ അങ്ങനെ അല്ലാതൊരു ചരിത്രം നാദാപുരത്തിനുണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയിട്ട് പോലീസ് ഒരു ശക്തമായ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇത് 100% ഒഴിവാക്കാമായിരുന്ന ഒരു കലാപമായിരുന്നു. ഒരു 1/2 കിലോമീറ്റർ റേഡിയസിലെ ഒരു പ്രദേശത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു 100 ആംഡ് പോലീസ് മതിയാവുമായിരുന്നു. ഇത് വളരെ നാമമാത്രമായ പോലീസുകാർ 2-3 പേരെ ലാത്തിയൊക്കെ ആയിട്ട് നിയോഗിച്ച് അവിടെ കലാപകാരികൾ വരുമ്പോൾ ഇവര് ഓടിപ്പോവുകയോ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം കൽപ്പിച്ചു കൂട്ടി അവിടെ ഉണ്ടായി കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതില് ഒരു പോലീസ് സഹകരിച്ചു കൊടുത്തു എന്നുള്ള രീതിയിൽ അവിടെ പരാതികളുണ്ട് എന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ അങ്ങനെ അത് പറയുകയും, CPM-ന്റെ തന്നെ വളരെ ഉത്തരവാദപ്പെട്ട ഒരാള് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, തൂണേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം ഇതിലൊക്കെ പ്രതിഷേധിച്ച് രാജിവെക്കുകയായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് CPM എന്ന പാർട്ടിയും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആവും എന്നുള്ള പേരിൽ ഇതിന് ഈ കാര്യങ്ങൾ പൊതുജനത്തെ അറിയിക്കാതെ മറച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതിന് അർഹരായ ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഇത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ ഒരു റഫ് അസസ്മെന്റ് പ്രകാരം ഒരു 40 കോടിയോളം മൊത്തം നഷ്ടമുണ്ട്. ഒരു വളരെ ചെറിയ പ്രദേശത്ത് 40 കോടിയോളം നഷ്ടമുണ്ട്. വളരെ ആസൂത്രിതമാണ് കലാപം എന്നുള്ളതിന് വളരെ തെളിവുകളുണ്ട്. കാരണം ഈ വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് പോയിട്ടുള്ളത്. ആദ്യം കല്ലെറിഞ്ഞു പോവുകയാണ്. കല്ലെറിഞ്ഞു പോകുന്ന ചെറിയ ഡാമേജസ് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ആക്രമിക്കപ്പെടേണ്ട വീടാണ് എന്ന് പിന്നീട് വരുന്ന സംഘങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അടയാളം വെച്ചു കൊടുക്കുകയാണ് കല്ലെറിഞ്ഞ് കേടുവരുത്തുന്നത്. അതേസമയം ഇവർ പ്രൊട്ടക്ട് ചെയ്യേണ്ട വീടുകൾക്ക് കറുത്ത കൊടി തൂക്കുകയായിരുന്നു. കറുത്ത കൊടി കുത്തിവെച്ചിട്ട് ഇതിന്റെ അനുശോചനത്തിൽ പങ്കുചേരുന്ന ഒരു സിമ്പിൾ അവിടെ കാണിച്ചിട്ട് അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന സംഘങ്ങളാണ് ഇതിനെ കൂടുതൽ ആക്രമിക്കുന്നത്. മാത്രമല്ല
ഒരേ മോഡസ് ഓപ്പറൻഡി നമ്മൾ പറയുന്ന പോലെ ഒരേ രീതിയാണ് എല്ലായിടത്തും. വിവിധ സംഘങ്ങൾ ഒരേ രീതിയാണ് പാലിക്കുന്നത്. ഇപ്പോ സ്ത്രീകളെവിടെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ ഒരുപക്ഷെ ഒരു ബലാത്സംഗ ശ്രമമോ ബലാത്സംഗമോ ഒക്കെ ആരോപിക്കപ്പെട്ട ഒരാൾ ഇവിടെ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു വൈകാരികത ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാകാം ഇത് ഒഴിവാക്കുന്നത്. അതേപോലെ തന്നെ ആരെയും പരിക്കേൽപ്പിച്ചിട്ടുമില്ല. ഈ രണ്ട് സംഭവങ്ങൾ ഒഴിവാകുമ്പോൾ പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് അറിയില്ല. ഈ ഒരു പ്ലാനിങ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരേപോലെ ഈ പ്ലാനിങ് എല്ലാ സംഘവും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു നേതൃത്വത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരേ രീതിയിൽ ചെയ്തതെന്നാണ്. അതുകൊണ്ട് ഇതിന് നേതൃത്വത്തിന് അറിവില്ല, നേതൃത്വത്തിന് പങ്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. മറ്റൊന്ന്, ഇതിൽ ചില വീടുകൾ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണം എരണിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം, ഈ വെള്ളൂർ എരണിപ്പള്ളി മുസ്ലിം പള്ളി, എരണിപ്പള്ളിയുടെ മുൻവശത്തുള്ള വലിയ വീടുകൾ, ഒരുപക്ഷെ 2-3 കോടി റുപ്യക്ക് ചെലവ് വരുന്ന വലിയ വീടുകൾ, ആ വീടുകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ ഒരു ഇടവഴി കൂടെ തിന്നിപ്പോയിട്ടുള്ള വീടുകൾ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് CPM-ന് കപ്പം കൊടുക്കുന്ന വീടുകളാണെന്ന് പറഞ്ഞു. അത് എങ്കിൽ കപ്പം കൊടുക്കുന്നതോ അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതോ എന്നുള്ള പ്രാദേശിക പ്രവർത്തകരാവില്ലല്ലോ. അവർ ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശം എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ചെയ്യാനുള്ള നിർദ്ദേശവും അതേ സോഴ്സിൽ നിന്ന് തന്നെ വരണമല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്കിതിൽ നേതൃത്വത്തിന് പങ്ക് ഉണ്ട് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വളരെ വലിയ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ ചെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തീ കൊടുക്കാനൊക്കെ ചില കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ട ആളുകൾ പറയുന്നത് എന്തോ പഞ്ഞിയിൽ മുക്കിയിട്ട് എന്തോ അപ്പൊ ഒരു ദ്രാവകമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പഞ്ഞിയിൽ മുക്കി അകത്തിട്ടിട്ടാണ് തീ കൊടുക്കുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു സാധാരണ പെട്രോൾ വെച്ച് തീ കൊടുക്കുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് അത് വലിയ വിഷയം, അത് വലിയ എഫക്റ്റ് അത് ഉണ്ടാക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റിന്റെയും മാർബിളിന്റെയൊക്കെ സ്ലാബുകൾ പൊങ്ങിയിട്ടുണ്ട് ചൂടുകൊണ്ട്. അതിങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത്ര പിന്നെ അത് ആണെങ്കിൽ പിന്നെ വീട്ടിലെ മറ്റുപകരണങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. പിന്നെ ധാരാളമായി കൊള്ളയടിച്ചിട്ടുണ്ട്. പിന്നെ ചില വീടുകളിലൊക്കെ സ്ത്രീകളൊക്കെ പേടിച്ചിട്ട്, മിക്കവാറും അത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഏരിയയാണ്. അപ്പോൾ സ്ത്രീകൾ മാത്രമാണ് വീട്ടിലുള്ളത്. 2-3 വയസ്സൊക്കെ പ്രായ കുട്ടികളും അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ മുതിർന്ന കുട്ടികളും പിന്നെ സ്ത്രീകളും മാത്രമുള്ള വീടുകളാണ് ഒട്ടുമുക്കാലും. അപ്പൊ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവരൊക്കെ ടോയ്ലറ്റിലൊക്കെ കയറിയിട്ട് വാതിലടച്ചിട്ട് പിന്നീട് തീ കത്തുന്ന സമയത്ത് ഇവര് ടോയ്ലറ്റിനുള്ളിൽ നിന്ന് നിലവിളിയൊക്കെ കേട്ടിട്ട് ഇവരെന്നെ രക്ഷിച്ചിട്ടുണ്ട്. കാരണം ആളുകൾക്ക് പരിക്ക് പറ്റരുത് എന്ന് ഇവർ വാശി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അനുഗ്രഹം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രക്ഷിച്ച് ഇറക്കി വിടുമ്പോൾ പാദസരന്റെ കയ്യിലൊക്കെ ഉരി വാങ്ങിയിട്ടാണ് വിട്ടിട്ടുള്ളത്. എങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഇതിന് കലാപത്തിന്റെ ഇതിന്റെ ഉത്തരവാദിത്വം ഇതിന് മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് ഇതിന് തുടക്കം കുറിച്ചപ്പോ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനുമായിട്ട് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതിന് കാരണം. അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ നാദാപുരത്തിന്റെ ഹിസ്റ്ററി പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാമായിരുന്നു അവിടെ ശക്തമായ പോലീസ് ബന്ദോബസ്ത് വേണം. ഒരു 10 പോലീസുകാര് വളരെ ചെറിയ പ്രദേശമാണെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിശയോക്തി ഒഴിവാക്കി നമുക്കൊരു 100 ആംഡ് പോലീസ് അവിടെ തോക്കുമായിട്ട് പോലീസിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു വെടി ആകാശത്തേക്ക് വെച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇത് വളരെ വലിയ ഇത്രയും നാശനഷ്ടങ്ങൾക്ക് ഇത് നോക്കി നിന്നതിൽ ഇതിന്റെ പങ്ക് മുസ്ലിം ലീഗിന്റേതും വലുതാണ്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും മുൻകാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ഒത്തുകളിച്ചിട്ടുണ്ട്, സമരങ്ങളിൽ ഒത്തുകളിച്ചിട്ടുണ്ട്, പരസ്പരമുണ്ടായ ആരോപണങ്ങളിലെ അഴിമതി അടക്കമുള്ള ആരോപണങ്ങളിൽ ഒത്തുകളിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും യോജിച്ച് മാനേജ് ചെയ്യണം. ഇപ്പൊ ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകും എന്നുള്ള വ്യാജേന ഈ 2 പാർട്ടികളും ഇത് പുറത്തു വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം TP പദം ഇപ്പം കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ ചർച്ചയായി പാർട്ടിക്ക് മോശപ്പെട്ട ഇമേജ് ഉണ്ടാക്കി എന്നുള്ളത് വന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ആ സാഹചര്യത്തിൽ പിന്നെ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നൊരു ഇമേജ് ഒഴിവാക്കാൻ CPM, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു ചെറിയ പ്രദേശത്തെ ജനങ്ങളെ വലിയൊരു കലാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല എന്നത് പുറത്തു വരുമെന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗും ഇത് പുറത്തു കൊണ്ടുവരാതെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന് മാധ്യമ സുഹൃത്തുക്കൾ അതിൽ ഇരയാവരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതൊരു വിഷയമായിട്ട് ഇത് അവതരിപ്പിച്ച് ഇതിൽ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരവും
അതേപോലെ 2 കേസിലും ഷിബിന്റെ കൊലപാതകൾ ഇപ്പോഴും മുഖ്യപ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവര് ആരൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട 3 പേരുകൾ ഇപ്പോഴും അവര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കലാപത്തിലെ പ്രതികൾ വളരെ കുറച്ചുപേരെ നാമമാത്രമായിട്ട് പൊക്കിയിട്ടേ ഉള്ളൂ. വേറെയും തെളിവുണ്ട് ഇവരിപ്പോഴും ഒത്തു കളിച്ചുകൊണ്ടിരിക്കുന്നതിന്. ഇപ്പോ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ ഇടപെട്ടിട്ട് വീടുകളിൽ തീ കൊടുത്തതിനൊക്കെ കൊടുത്തിട്ടുള്ള പരാതികളിൽ ഉള്ള പേരുകള് ചില സ്ഥലത്തൊക്കെ സെക്യൂരിറ്റി ക്യാമറകളിൽ കാണുന്നതിന് ഒരു ബന്ധമില്ല. അപ്പോ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കാൻ പരാതി കൊടുക്കുമ്പോൾ തന്നെ അഗ്രീവ്ഡ് പാർട്ടീസിന്റെ ആളുകൾ, ഇതിന്റെ ഇരകളുടെ ആളുകൾ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കണം. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഇപ്പോഴും ഇത് ഒത്തുകളിച്ചുകൊണ്ട് പോവാൻ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കൊരു താല്പര്യ വിഷയത്തിലുള്ളൂ. ഇത് പുറം ലോകം അറിയണം. ഈ അർഹമായ നഷ്ടപരിഹാരം ഇതിന്റെ ഇരകൾക്ക് കിട്ടണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ആവശ്യപ്പെടുന്നത് ഒന്ന് നഷ്ടം അസസ് ചെയ്തിട്ട് മുഴുവൻ നഷ്ടം കൊടുക്കുക. ഞങ്ങൾ മനസ്സിലാക്കുന്ന 40 കോടിയോളം ഇതിന്റെ അവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേമാതിരി 2 കേസിലെയും പ്രതികളെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. പിന്നെ അതേപോലെ തന്നെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിപ്പോ വളരെ പ്രാദേശികമായിട്ട് SI CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നടത്തുന്നതൊക്കെ ഇതിനൊക്കെ കൂട്ടുന്ന ആളുകളാണ്. ഇവിടെ ഇങ്ങനെ കലാപം നടക്കുന്നതിനൊക്കെ വേണ്ടി കൂട്ടുന്ന ആളുകൾ തന്നെ അന്വേഷിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അതുകൊണ്ട് തൽക്കാലം IG റാങ്കിലുള്ള സംസ്ഥാനത്ത് തന്നെ ആളുകളൊന്ന് അന്വേഷിക്കട്ടെ. അതിന്റെ പോരായ്മകളുണ്ടെങ്കിൽ പിന്നീട് ബാഹ്യ ഏജൻസികളെ കുറിച്ചിട്ട് പിന്നീട് അന്വേഷിക്കുക. അതേമാതിരി തന്നെ കൊള്ള മുതലുകൾ വീണ്ടെടുക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില പ്രതികളെ അറസ്റ്റ് ചെയ്താൽ എവിടെയാണ് ഉള്ള മുതലുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 5 വർഷം 10 വർഷമൊക്കെ മുമ്പ് ബാങ്കിൽ നിന്നൊക്കെ കട്ടുപോയി അല്ലെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ കളവ് നടത്തിയത് കള്ളന്മാരെ പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം പിടിക്കുമ്പോൾ അത് പല ജ്വല്ലറികളിൽ നിന്ന് കണ്ടെടുക്കുന്ന നമ്മുടെ പത്രങ്ങളൊക്കെ കാണുന്നതാണ്. ഞങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പിന്നെ ഒരാഴ്ച മുമ്പ് നടന്ന കാര്യങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് അവരോട് എവിടെയാണ് ഒരു സൂക്ഷിച്ചിട്ടുള്ളതെന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്താൽ അത് കണ്ടെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പോലീസ് താല്പര്യപ്പെട്ടാൽ ഏറ്റവും ചുരുങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മറ്റു ഫർണിച്ചറുകളും മറ്റ് വീട്ടുപകരണ സാധനവും കടത്തിക്കൊണ്ടുപോയതുണ്ട്. അതൊക്കെ അടക്കമുള്ള. പക്ഷെ ഇത്രയധികം സ്വർണം വരുമ്പോൾ അതൊക്കെ നിഷ്പ്രഭമായി പോകുന്നതാണ്. അപ്പോ ഇതെല്ലാം കണ്ടെടുക്കാൻ പോലീസ് അത്യാവശ്യമായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉടനെ സ്ഥലം സന്ദർശിക്കണം. ഇത്ര ഡിമാൻഡ്സാണ് അടിയന്തരമായിട്ട് പാർട്ടി വെക്കുന്നത്. ഇത് നടക്കുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഈ 5-ാം തീയതി ഫെബ്രുവരി 5-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി NH ഉപരോധിക്കുന്നതാണ്. നാഷണൽ ഹൈവേ ഉപരോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മറ്റു സമരപരിപാടികളായിട്ട് മുന്നോട്ട് വരും. മന്ത്രിമാരെ തടയുക പോലത്തെ പല പ്രധാനപ്പെട്ട സമരപരിപാടികളിലേക്കും പാർട്ടി നീങ്ങുന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുകയും ഈ 2 കേസിലെയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി ശക്തമായിട്ട് സമരരംഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് പറയാനുള്ളത്. കമ്മ്യൂണൽ ഇഷ്യൂ അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇതൊരു നീതിയുടെ പക്ഷമാണ്. ആര് ചെയ്താലും ഇതൊരു നീതിയുടെ പക്ഷമാണ്. ഇതിന്റെ ഇരകളെ ആ പക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളിത് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കണം എന്നുകൂടി ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ? അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടെന്ന സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ. അതുപോലെ പ്രസിഡന്റ് സൂചിപ്പിക്കുന്ന ഒരു വീടിന്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിന് തീയിട്ട് പോയെല്ലാം ഉയർന്നു വന്ന് ബാത്റൂമിൽ കയറി വെച്ച് ജീവരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം അവർ കരഞ്ഞപ്പോ നാട്ടുകാരെ ഓടിക്കൂടുകയും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കിണറിന്റെ കയറ് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ആ സ്ത്രീകളെയും കുട്ടികളെയും ആ കയറെ തൂക്കി താഴേക്ക് ഇറക്കുന്നതിലാണ് അവരെ പാദസരം അടിച്ചു കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോ ഒരു വീടില് അവർക്ക് നിലനിൽക്കാൻ ആവശ്യം യാതൊരു സാധനമില്ല. എത്രയോ രൂപ അവർക്ക് പറയും, ഒന്നുമില്ല. ഒരു വീട് ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് പോലെ വടക്കേണ്ടി നടക്കുന്ന ഒരു കലാപത്തിന്റെ രീതിയിലാണ് നടന്നിരിക്കുന്നത്. അത്രമാത്രം നിസ്സാരമാണ് സ്ത്രീകൾ. എന്നാലും ഇവരാരും ഒരു പാർട്ടിയുടെ ആരെയും ഞങ്ങൾ ചോദിച്ചു ഇന്ന ഏത് പാർട്ടിയിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഏത് പാർട്ടി വന്ന് ചോദിച്ചാലും ഞങ്ങൾ സംഭാവന കൊടുക്കുന്നു. ഈ നാട്ടിലെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആർക്കും മികവ് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ പോയി കാണുന്നതൊക്കെ എന്റെ വീക്ഷണ ബോധ്യപ്പെടും. എന്തായാലും നിർബന്ധമായും ഉന്നതമായ രീതിയിൽ അധികാരികൾ അവർ സന്ദർശിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.